ഹായ്, ഇന്ന് നമ്മൾ JB EduFlyയുടെ വ്യത്യസ്തമായൊരു വീഡിയോയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും എബ്രോഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്റ്റഡി എബ്രോഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ രാജ്യങ്ങളെക്കുറിച്ചും ഒറ്റ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന തരത്തിലാണ് ഞങ്ങളിന്ന് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എല്ലാ രാജ്യങ്ങളെയും കുറിച്ച്, അതായത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന 5-6 രാജ്യങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും തന്നെ എങ്ങനെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ വയബിലിറ്റിയോട് കൂടി ഒരു സ്റ്റഡി എബ്രോഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്ലാസ് രൂപേണ ഉള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസും അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ള ഓപ്ഷൻസിനെ കുറിച്ചുമുള്ള ഒരു ചെറിയ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ സ്റ്റെപ്സിലേക്ക് കടക്കാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു രാജ്യമാണ്, പലപ്പോഴും ഒരു മാസ്റ്റർ പഠിക്കാൻ പോവുകയാണെങ്കിൽ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന രാജ്യമാണ് ജർമ്മനി. അതാണ് ജർമ്മനിയുടെ ഓപ്ഷൻ ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അടുത്തത്, നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യമായിരിക്കും അയർലൻഡ് എന്ന് പറയുന്ന രാജ്യം. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ സെറ്റിൽഡ് ആവാൻ ആഗ്രഹിക്കുന്ന, ഏത് രാജ്യത്ത് പോയാലും ഈ രാജ്യത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യം ഏതായിരിക്കും? അത് ഓസ്ട്രേലിയ ആയിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവുക, പലപ്പോഴും നമ്മൾക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ന്യൂസിലാൻഡിനെ കുറിച്ചും നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ USA നമ്മുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് എത്തിപ്പിടിക്കാവുന്ന ഒരു രാജ്യം തന്നെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ കേരളത്തിൽ നിന്ന് പൊതുവെ നമ്മൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ USA അല്ലെങ്കിൽ US ട്രൈ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ കാനഡ ആൻഡ് UK, പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് യൂറോപ്പ് എന്ന് പറയുന്ന സെഗ്മെൻറ്റാണ്. ഇത്രയും കാര്യങ്ങൾ ഒറ്റ സ്ട്രക്ചറിൽ, ഒറ്റ രീതിയിൽ മീൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രാജ്യങ്ങളുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഇതെല്ലാം ഒറ്റ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ കൗൺസിൽ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇതൊരു പേപ്പറിൽ വരച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവരുടെ ഗാർഡിയൻസിനായാലും കുട്ടികൾക്കായാലും ഏത് രാജ്യം സെലക്ട് ചെയ്യണമെന്ന് വളരെ ഈസി ആയിട്ട് കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുന്നു എന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഓക്കെ, നമ്മൾക്കറിയാം നമ്മൾ പോകുന്നത് ഒരു മാസ്റ്റർ പ്രോഗ്രാം. അതെ, അതായത് +2 കഴിഞ്ഞു നമ്മളൊരു മാസ്റ്റർ പ്രോഗ്രാമിനാണ് പലപ്പോഴും കുട്ടികൾ പോകാനായിട്ട് ആഗ്രഹിക്കുക. BTechോ അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് എനി ഡിഗ്രിയോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ജർമ്മനിയിൽ നമ്മൾക്ക് എത്ര വർഷമാണ് മാസ്റ്റർ പഠിക്കേണ്ടി വരിക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് 2 വർഷമാണ് നമുക്കവിടെ മാസ്റ്റർ പ്രോഗ്രാം പഠിക്കേണ്ടി വരിക. അയർലൻഡിലാണെങ്കിൽ 1 വർഷം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്നു. ഓസ്ട്രേലിയ ആണെങ്കിൽ അഗെയിൻ 2 വർഷം. ന്യൂസിലാൻഡ് 1.5 വർഷം നമുക്ക് മാസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിലാണ് സ്റ്റാപ്പ് ബാക്ക് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് കുട്ടികൾ 1.5 വർഷത്തെ സ്റ്റാപ്പ് ബാക്ക്. US 1+1 എന്നൊരു ഓപ്ഷനിൽ നമുക്ക് പോകാൻ സാധിക്കുന്നു. കാനഡയാണെങ്കിൽ 2 ആണ്. 1ലും മാസ്റ്റർ പോകാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ 1 ഇയർ പഠിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് 1 ഇയർ സ്റ്റാപ്പ് ബാക്ക് ആണ്. പക്ഷേ 2 ഇയർ പഠിക്കുകയാണെങ്കിൽ 3 ഇയർ സ്റ്റാപ്പ് ബാക്ക് കിട്ടുന്നു കുട്ടികൾ. അങ്ങനെ UK യിലാണെങ്കിൽ 1 ഇയറും. യൂറോപ്പ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് 2 വർഷമാണ് പഠിക്കാൻ ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ കുട്ടികൾ പോകുന്നതിന് കാരണം കോഴ്സ് പീരീഡൊക്കെ നമുക്കറിയാം. പക്ഷേ എബ്രോഡ് എഡ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഓവർസീസ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ക്രീമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സ്റ്റാപ്പ് ബാക്ക് ഓപ്ഷൻ തന്നെയാണ്. എത്ര വർഷം നമുക്ക് പഠനം കഴിഞ്ഞ് നിൽക്കാൻ സാധിക്കുന്നു, അത് തന്നെയാണ് ഏറ്റവും വലിയ ക്രൈറ്റീരിയ. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഇത്രയധികം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് പറയാം സ്റ്റാപ്പ് ബാക്ക് ഓപ്ഷൻ. ഞാൻ അതിന് SB അക്കൗണ്ട് എന്നൊക്കെ പറയും, നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കാൻ വേണ്ടി. സ്റ്റാപ്പ് ബാക്ക്, അതെ, ഈ സ്റ്റാപ്പ് ബാക്ക് എന്ന് പറയുന്നത് ജർമ്മനിയിൽ എത്ര കാലം നിൽക്കാൻ പറ്റും? ഒരു മാസ്റ്റർ കഴിഞ്ഞ കുട്ടിക്ക് 1.5 വർഷം നിൽക്കാം. പലപ്പോഴും പറയും 1 വർഷമല്ല 2 വർഷമൊക്കെ നിൽക്കാമെന്ന് പറയും. ശരിയാണ്, ചിലപ്പോൾ അതിൻ്റേതായ റീസൺസ് ഉണ്ട്. നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു 1/2 വർഷം കൂടി കിട്ടാം. 1.5 വർഷം നമുക്ക് ജർമ്മനിയിൽ സ്റ്റാപ്പ് ബാക്ക് ഓപ്ഷൻസിൽ പഠനം കഴിഞ്ഞ് നിൽക്കാൻ സാധിക്കുന്നു. അയർലൻഡ് ആണെങ്കിൽ 2 വർഷവും. ഓസ്ട്രേലിയ ആണെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റർ കഴിയുന്ന ഒരു കുട്ടിക്ക് 3 to 5 ഇയേഴ്സും നിൽക്കാൻ സാധിക്കുന്നു. സ്റ്റാപ്പ് ബാക്ക് ഓപ്ഷൻ 3 to 5. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം, എന്തുകൊണ്ട് 3 to 5? അതെ, ഓരോ പ്രൊവിൻസ് അനുസരിച്ച്, അവിടുത്തെ ഓരോ പ്രൊവിൻസും അനുസരിച്ച് ഓരോ പ്രൊവിൻസിനും തീരുമാനിക്കാം എത്ര സ്റ്റാപ്പ് ബാക്ക് ആണ് കൊടുക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് 3 to 5 എന്ന സിറ്റി, നമ്മൾ സിഡ്നി പോലെയുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ 3ലേക്ക് വരുന്നു.
അഡ്ലൈഡ് പോലെ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ 4 to 5 മാറുന്നു സ്റ്റേ ബാക്ക് ഓപ്ഷൻസ്. യെസ്, ന്യൂസിലാൻഡ് അഗെയിൻ 3 years സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് 1.5 വർഷം ചെയ്യുന്ന ഒരു മാസ്റ്റർ ചെയ്യുന്ന കുട്ടിക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. US നമുക്കറിയാം STEM പ്രോഗ്രാം ആണെങ്കിൽ മാത്രമാണ് 2 വർഷത്തെ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് നമുക്ക് ലഭ്യമാകുന്നത്. കാനഡ അഗെയിൻ 2 year നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 3 year മാസ്റ്റർ എന്ന് ഞാൻ പറയുന്നില്ല, PG ഡിപ്ലോമയാണ് പ്രോഗ്രാം വരുന്നത്. അത് ചെയ്യുകയാണെങ്കിൽ 3 years സ്റ്റേ ബാക്ക് ഓപ്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. UK ആണെങ്കിൽ അഗെയിൻ 2 year സ്റ്റേ ബാക്കും ഈ യൂറോപ്യൻ കൺട്രികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് 1 year സ്റ്റേ ബാക്സിലുമാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏക ഘടകം മാത്രമാണ്. എന്താണ്? നിങ്ങൾക്ക് ഒരു 3 വർഷം മിനിമം, ചിലപ്പോൾ 5 വർഷം വരെ നിങ്ങൾക്കൊരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്താൽ ആ രാജ്യത്ത് നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തിനുള്ളിൽ സെറ്റിൽഡ് ആകാം. ഇത് തന്നെയാണ് എബ്രോഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാന ഘടകം. 3-4 വർഷം നിൽക്കാൻ സാധിക്കുന്നു, അതിനുള്ളിൽ ആ രാജ്യത്ത് നിങ്ങൾക്ക് സെറ്റിൽഡ് ആകാൻ സാധിക്കുന്നു. ആ അട്രാക്ഷനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് കടക്കാം. അതാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്ന എലമെൻറ്റ്. യെസ്, നമ്മൾ അറിയണം നമുക്ക് എന്തോരം ബഡ്ജറ്റ് വരുമെന്ന് അറിയണ്ടേ. ആ ബഡ്ജറ്റിലൂടെയല്ലേ നമുക്കിപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിൽക്കാമെന്ന് പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ബഡ്ജറ്റ് കൂടി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ഏത് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലിയുടെ പൊസിഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഏത് രാജ്യം സെലക്ട് ചെയ്യാം എന്ന് നമുക്കിവിടെ നോക്കാം. ഏകദേശം ജർമ്മനി നമുക്ക് നോക്കുമ്പോൾ പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസിലാണ് ഞങ്ങൾ പ്രധാനമായും അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നത്. JB എഡ്യൂഫ്ലൈയുടെ ഹൈലൈറ്റും അത് തന്നെയാണ്, അത് 0 ഫീസാണ്. യെസ്, ഫീസ് ഒന്നും തന്നെ ഇല്ലാതെ കണ്ട് തന്നെ കുട്ടികൾക്ക് ജർമ്മനിയിൽ പഠിക്കാനുള്ള അവസരമാണ് JB എഡ്യൂഫ്ലൈയുടെ കൺസൾട്ടേഷൻ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, അയർലൻഡിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ ഒരു 12 ലക്ഷം രൂപ ഫീസിലേക്ക് എത്തിച്ചേരുന്നു. അതെ, 12 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും 12 lakhs 1 year മാത്രമേ അവിടെ പ്രോഗ്രാം വരുന്നുള്ളൂ. ആ 1 year നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നു. ഓസ്ട്രേലിയ ആണെങ്കിൽ ഒരു 8 ലക്ഷം രൂപ മുതൽ ഇപ്പോൾ JB എഡ്യൂഫ്ലൈക്ക് പെർ ഇയർ ഫീസിൽ മാസ്റ്റർ പ്രോഗ്രാമിൽ വിക്ടോറിയ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നല്ലൊരു മാസ്റ്റർ പ്രോഗ്രാമിൽ നിങ്ങളെ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. 8+8 എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം എന്താണ്? 2 വർഷമാണ് മാസ്റ്റർ വരുന്നത്. ന്യൂസിലാൻഡിലാണെങ്കിൽ ഏകദേശം ഒരു 15 ലക്ഷം രൂപ പെർ ഇയർ ഫീസിൽ വരുന്നു. US ആണെങ്കിൽ 20 lakhs ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. കാനഡ ആസ് യു നോ ദാറ്റ് 12 lakhs ഫീസിലാണ് കാനഡ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 വർഷമുണ്ട്, 12+12. ഓക്കെ, UK അഗെയിൻ 1 year ആണ് മാസ്റ്റർ വരുന്നത്, അത് 12 ആണ്. യൂറോപ്പ് 1.8. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഞങ്ങളുടെ കുട്ടികൾ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് ഫ്ലൈ ചെയ്തത് 1.8 lakh ഫീസിലാണ്. ലാറ്റ്വിയ, ലിത്വാനിയ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഏകദേശം ഒരു 2.5 lakhs നമ്മളുടെ ഫീസിൽ കുട്ടികൾക്ക് പോകാൻ സാധിക്കുന്നു. പെർ ഇയർ ആണ് ഞാൻ പറയുന്നത്. 2 year ആകുമ്പോൾ യു ക്യാൻ കാൽക്കുലേറ്റ് അക്കോർഡിംഗ് ടു ദാറ്റ്. യെസ്, എന്തിനായാലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് മറ്റു രാജ്യങ്ങൾ നമ്മളുടെ ലിവിങ് കോസ്റ്റ് അല്ലെങ്കിൽ ഒരു കുട്ടി അവിടെ ചെന്നാൽ എങ്ങനെ ജീവിക്കും, അതിനുള്ള ഫണ്ട് അവരിൽ ഉണ്ടോ, കരുതലുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. പലപ്പോഴും ഷോ മണി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിത ചെലവിനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടോ, അതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ജർമ്മനി, ഓഫ് കോഴ്സ് വി ഹാവ് ടു സേ ദാറ്റ് യെസ് 10 lakhs യു ഹാവ് ടു ബ്ലോക്ക്ഡ്. ദാറ്റ്സ് വൈ ഐ പുട്ട് ഇറ്റ് ഇൻ ദി ബ്രാക്കറ്റ്സ്. 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കെട്ടിവെക്കേണ്ടി വരുന്ന ഒരു പൈസയാണ് ജർമ്മനിയിലേക്ക്. അതെ, അയർലൻഡ് ആണെങ്കിൽ 10 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. അതെ, ഇവിടെ നിന്ന് പോകുമ്പോൾ അക്കൗണ്ടിൽ കാണിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് അയർലൻഡ്. 10 ലക്ഷം രൂപ. അപ്പോൾ നമ്മുടെ ഇന്ന് ചിലവായ ഫീല് നമുക്ക് ഉണ്ടാവില്ല പലപ്പോഴും. ജർമ്മനിയിലാണെങ്കിൽ നമുക്ക് അവിടെ എടുത്തു വെച്ചു നമ്മുടെ ഒരു അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് നമുക്കൊരു ചിലവായൊരു ഫീല് പോലെ തോന്നാം. പക്ഷേ ഇവിടെ അങ്ങനെ ആ ആസെറ്റ്സ് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓസ്ട്രേലിയയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും 16.5 lakhs ജസ്റ്റ് ഷോ മണി തന്നെയാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം, അല്ലെങ്കിൽ ലോൺ സാങ്ഷൻ ലെറ്റർ അതിന് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ന്യൂസിലാൻഡ് ആയാലും ഒരു 10 ലക്ഷം രൂപ ഷോ മണിയിൽ നിൽക്കുന്നു. US ആണെങ്കിൽ ഒരു 20 lakhs തന്നെ ഷോ മണിയായിട്ട് കാണിക്കേണ്ടി വരുന്നു. 12 lakh ആണ് ഇപ്പോൾ ബ്ലോക്കഡ് ആണ്. എവിടെ? കാനഡ അഗെയിൻ 6 ലക്ഷം ഉണ്ടായിരുന്ന ബ്ലോക്കഡ് അക്കൗണ്ട് ലിവിങ് കോസ്റ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 12 ലക്ഷമായി ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ടി വരുന്നു എന്നാണ് കാനഡയുടെ ഇപ്പോഴത്തെ പ്രത്യേകത. അതുപോലെ തന്നെ UK ആണെങ്കിൽ 10 ലക്ഷവും ഇവിടെ ഒരു 7 ലക്ഷം രൂപയും നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാൻ ഒരു പരിധി വരെ നമുക്ക് ഓക്കെ ആക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. യെസ്, ലിവിങ് കോസ്റ്റ് കഴിഞ്ഞു, ശരിയാണ്. നമുക്ക്
അറിയേണ്ടത് ഇതാണ്, അതായത് നമുക്ക് എന്ത് നെറ്റ് കോസ്റ്റ് വരാം. അതായത് നമ്മൾ ഇവിടുന്ന് ഫ്ലൈ ചെയ്യുമ്പോൾ ഒരു കുട്ടിക്ക് എത്ര കോസ്റ്റ് വരാം, അതാണ് നിങ്ങളുടെ മനസ്സിൽ പിന്നത്തെ ഒരു ആകാംക്ഷ ഉണ്ടാവുക. നമുക്ക് എത്ര കോസ്റ്റാണ് നെറ്റ് കോസ്റ്റ് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ 2 വർഷം പഠനം പൂർത്തിയാക്കുമ്പോൾ എത്രയൊക്കെ ചിലവുകൾ വരാം എന്നുള്ളതും നിങ്ങളുടെ ആകാംക്ഷയായിരിക്കും. അതുകൂടി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ നെറ്റ് കോസ്റ്റിംഗ് എന്ന് പറയും. അതായത് അതർ എക്സ്പെൻസസ്, ടിക്കറ്റ്, വിസ, ഇൻഷുറൻസ്, മറ്റെന്തെങ്കിലും സർവീസ് കോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എത്ര കണ്ട് ബഡ്ജറ്റ് ചെയ്യണം. അതായത് ഇവിടേക്കാണെങ്കിൽ, ജർമ്മനിക്കാണെങ്കിൽ ഏകദേശം ഒരു 4 ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങളുടെ കാണണം. പലപ്പോഴും ചിലതൊക്കെ ടിക്കറ്റൊക്കെ റേറ്റ് കുറയുകയാണെങ്കിൽ അത് 3 വന്ന് വീഴാം. ഞാൻ പറഞ്ഞത് ഒരു മിനിമം ബഡ്ജറ്റ് പ്ലാൻ ആണ്. അതർ എക്സ്പെൻസസ് ഹൗ മച്ച് ഇറ്റ് വിൽ കം, ഒരു 4 lakhs എങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യും. അയർലൻഡ് ആണെങ്കിൽ ഒരു ടിക്കറ്റ്, വിസ, ഇൻഷുറൻസ് ഒക്കെ കഴിയുമ്പോൾ ഏകദേശം ഒരു 1.5 lakhs നിങ്ങളുടെ മനസ്സിൽ കാണേണ്ടിയിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ ഇൻഷുറൻസ് കോസ്റ്റ് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. കുറച്ച് 2 ലക്ഷത്തിൻ്റെ അടുത്തോളം നമുക്ക് ഇൻഷുറൻസ് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3 lakh എങ്കിലും നിങ്ങളുടെ കയ്യിൽ കണ്ടാലാണ്, അഡീഷണൽ ആയിട്ട് കണ്ടാലാണ് നമുക്ക് മറ്റ് ചിലവുകൾ മീറ്റ് ചെയ്ത് അവിടെ എത്താൻ സാധിക്കുക. ന്യൂസിലാൻഡ് ആണെങ്കിലും ഒരു 2 lakh നിങ്ങളുടെ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കുന്നു. USA ആണെങ്കിൽ ഏകദേശം ഒരു 3 lakhൻ്റെ അടുത്ത് തന്നെ മറ്റ് എക്സ്പെൻസുകൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് അതിൻ്റെ ഡേറ്റ് കിട്ടൽ, വിസ ഡേറ്റ്, കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ബഡ്ജറ്റ് ചെയ്യാൻ കാരണം. ഇതൊക്കെ മിനിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നുണ്ട്. അഗെയിൻ ഒരു 3 lakh തന്നെ നിങ്ങൾക്ക് വേണ്ടി വരുന്നു. കാനഡയ്ക്കായാലും ടിക്കറ്റ് റേറ്റ് കൂടുന്നത് കൊണ്ടാണ് കാനഡയിലേക്ക് ഇത്രയും കോസ്റ്റ് വരാൻ പോകുന്നത്. UK ആണെങ്കിലും ഒരു 2.5 lakhs നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇവിടെയും ഒരു 3.5 lakhs അഡീഷണൽ എക്സ്പെൻസ് ഇൻ യൂറോപ്പ്. ഫീസ് കുറവാണ്, പക്ഷെ മറ്റ് ചിലവുകൾക്കായിട്ട് നിങ്ങൾക്ക് 3.5 lakhs കാണേണ്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ ജർമ്മനിയിൽ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കാശ് നിങ്ങളുടെ ഇന്ന് ചിലവായിട്ടുണ്ടാവും? ഈ 10 ലക്ഷം രൂപ കാണിക്കണം, 14 ലക്ഷം രൂപ നിങ്ങൾ ഇവിടുന്ന് കയ്യിലുണ്ടാകണം. പക്ഷേ നമ്മുടെ കോഴ്സ് പീരീഡ് കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്ന പൈസ എന്ന് പറയുന്നത്, ആ കോഴ്സ് പീരീഡ് കഴിഞ്ഞ് ഒരു ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ 10 lakh പിൻവലിക്കാൻ സാധിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ 2 വർഷം കഴിഞ്ഞ് 3-ാമത്തെ വർഷം ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ 5 ലക്ഷത്തിൽ നിങ്ങളുടെ എക്സ്പെൻസ് വന്നിട്ടെന്ന് കാണാം. പക്ഷേ യു ഹാവ് ടു കീപ് ഓൾവേസ് ദിസ് 14 lakhs ആസ് എ ബർഡൻ ഫോർ യു ഫീൽ ദാറ്റ് ടിൽ യു ഗെറ്റ് എ ജോബ്. സോ കം ബാക്ക് ടു അയർലൻഡ് ഈസ്, നമുക്കറിയാം ഈ 12ഉം 1.5ഉം 13.5 ലക്ഷമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ടായിരിക്കുന്നു. അതാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് വരുന്നത്. നമ്മുടെ ഒരു 14 ലക്ഷം ഫ്രീ ആണെന്ന് പറഞ്ഞാലും ഒരു 14 ലക്ഷത്തിൻ്റെ ചിലവ് നമ്മുടെ ഇത് വരുന്നു. അയർലൻഡിലാണെങ്കിൽ 1 year കൊണ്ട് 13.5 ലക്ഷം രൂപ ചിലവായി ഫീൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഓസ്ട്രേലിയയാണ് അതിലും ഹൈലൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസിൻ്റെ ഹാഫാണ് നമുക്ക് അടയ്ക്കേണ്ടി വരുന്നത്. അതാണ് പ്രത്യേകത. ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 8 ആണെങ്കിൽ 4 ലക്ഷം രൂപ അടച്ച് നമുക്ക് പോകാൻ സാധിക്കുന്നു. 16.5 lakhs നിങ്ങളുടെ ലോണിലോ മറ്റോ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നു. 4 + 3 7 ലക്ഷം രൂപ കയ്യിൽ നിന്ന് ചിലവാക്കിക്കൊണ്ട് ഇവിടുന്ന് മൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഞാൻ അങ്ങനെ പറയില്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും 4 ലക്ഷം രൂപ ഇങ്ങോട്ട് അടയ്ക്കണം. 7 4 11 ലക്ഷം രൂപ അടച്ചുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മൾ ഏറ്റവും പ്രീമിയം എന്ന് വിളിക്കുന്ന ഓസ്ട്രേലിയ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് നോക്കിയാൽ ഒറ്റ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇറ്റ്സ് വെരി ഈസി ടു നോ ദാറ്റ് ദിസ് സ്ട്രക്ചർ വിൽ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഓസ്ട്രേലിയ. ഐ തിങ്ക് സോ. ദെൻ നമ്മൾ ന്യൂസിലാൻഡിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 15 + 2 17 ലക്ഷവും ഫീലായ നമ്മൾ ചിലവാക്കിയ ഫീൽ നമുക്ക് വരുന്നുണ്ടാവും. US ആണെങ്കിൽ ഓഫ് കോഴ്സ് 20 lakhs തന്നെയാണ് നിങ്ങൾക്ക്, +23 ഞാൻ നേരത്തെ പറഞ്ഞ 3 ലക്ഷം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 23 lakhsലേക്ക് വരുന്നു. കാനഡയാണെങ്കിൽ 12 + 12 24 +3 27 ലക്ഷം രൂപ ചിലവായ ഫീലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് കൊണ്ട് കാനഡയിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികൾ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം ചിലപ്പോൾ കുറേയും കൂടി കാനഡയും പതുക്കെ ഒന്ന് മാറ്റിവെച്ച് മറ്റ് ഓസ്ട്രേലിയ മറ്റോ ചിന്തിക്കണമെന്ന് കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവുക. UK ആണെങ്കിൽ 12.2 ഒരു 14.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നു. യൂറോപ്പ് ഓഫ് കോഴ്സ് 1.8 ഏകദേശം ഒരു 5 ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറോപ്പിൻ്റെ ലാറ്റ്വിയ, ലിത്വാനിയ, ഈവൻ പോളണ്ട്, യെസ് മാൾട്ട ഓൾസോ യു ക്യാൻ തിങ്ക് അബൌട്ട് 5 to 7 lakhs അങ്ങനെയാണ് വരുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ കമ്പാരിസൺസ് ഒറ്റ സ്ട്രക്ചറിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ഏകദേശം ഇതിനൊക്കെ നമുക്ക് ലോൺ അസിസ്റ്റൻസ് എടുത്ത് പോകാൻ സാധിക്കുന്നു. എങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, പാർട്ട് ടൈമാണ് മറ്റൊരു ഓപ്ഷൻ വരിക.
മറ്റെല്ലാ രാജ്യങ്ങളിലും 20 മണിക്കൂർ പാർട്ട് ടൈം ചെയ്യാൻ സാധിക്കുമ്പോൾ ഓസ്ട്രേലിയ മാത്രം 24 മണിക്കൂർ പെർ വീക്ക് എന്ന് പറയുന്നത് ഏകദേശം മന്ത്ലി ഒരു 100 അവേഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഇയറിൻ്റെ ഫീസ് ഓൾമോസ്റ്റ് അല്ല, മാക്സിമം യു ക്യാൻ save and pay for the second year fees for Australia. So your total expense is going to be 11 lakhs. Then Ireland ഞാൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും 13.5 ആണ്. അത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ 1 ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ വരുന്ന നിങ്ങളുടെ സ്റ്റേ ബാക്ക് പീരീഡിൽ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയും 2ാമത്തെ വർഷം 2 വർഷം കഴിഞ്ഞു 3ാമത്തെ വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ 2 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ബാധ്യതകളും നിങ്ങൾക്ക് തീർന്നുകൊണ്ട് ലോണൊക്കെ റീപേ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്നു. ന്യൂസിലാൻഡ് ആണെങ്കിൽ വീണ്ടും ചിലപ്പോൾ ഒരു പഠനം കഴിഞ്ഞ് ഒരു 1.5 വർഷം കൂടി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് അനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. US നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ ജോലി കിട്ടുന്ന വരെ നമുക്ക് സ്ട്രഗിൾ ഫീൽ ചെയ്യും. ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു ക്ലിയർ ദിസ് എമൗണ്ട്. ദെൻ കാനഡ ഓഫ് കോഴ്സ് എനിവേ ഇപ്പോൾ ഒരു 3 വർഷമെങ്കിലും എടുക്കും നമ്മുടെ ബാധ്യതകളെല്ലാം തീർത്ത് നമുക്ക് പുറത്തു വരുന്നുവെങ്കിൽ. UK ആയാലും യെസ് ഓഫ് കോഴ്സ് അഗെയിൻ നിങ്ങളുടെ സ്റ്റേ ബാക്ക് പീരീഡിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. യൂറോപ്പിലും അതെ, നമ്മുടെ പഠനത്തിൻ്റെ സമയത്ത് തന്നെ ഇത്രയും കുറച്ച് ഫീസ് പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻസ്, അതായത് നിങ്ങളുടെ എല്ലാ ബാധ്യതകളും ഒരു ഫ്രീ ആക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും. ഈ ഒറ്റ ഫാക്റ്റ് തന്നെയാണ് കുട്ടികളെ ഏത് രാജ്യം എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ള ഒറ്റ ഗ്ലിംസാണ് നമ്മളിതിൽ തരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ please come to JB EduFly. We'll explain to you more details in detail, how to get into the loan, how you can select the programs, how much budget is involved, everything being specifically and clear. We will tell you to that. According to that, you can fix your programs and build your future. Wish you all the best. Thank you very much.